നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രാഗിലാണ്, ചെക്ക് റിപ്പബ്ലിക്കിൽ. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഓട്ടോക്കാർ ഇന്ത്യയുടെ ടീം ഇന്ത്യയിൽ നിന്നും പൂനെയിൽ നിന്നും പ്രാഗിലേക്ക് ഒരു വാഹനം ഓടിച്ചു വന്നിരിക്കുകയാണ്. അവരെ എതിരേൽക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട വാഹനം സ്കോഡ കൈലാക്കാണ് ഇത്രയും ദൂരം ഓടിച്ച് പ്രാഗിലെത്തിയിരിക്കുന്നത്. അവർ വന്ന ആ ഒരു റൂട്ട് ഇന്ത്യ, നേപ്പാൾ, ചൈന, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖ്സ്ഥാൻ, ജോർജിയ, ടർക്കി, ബൾഗേറിയ, ഹംഗറി, അങ്ങനെയാണ് ചെക്കിലെത്തിയിരിക്കുന്നത്. Slowing down, baby, come and show me how. Gotta do it right now, you know you gotta hold me down. Can I let the moment pass? Good things, they never last. Pull up in a whip, you know I had to hit the gas. Yeah, that's premium. Pull up with a team and I ain't worried about the other side. They know that they ain't beating, I'm on everything I love. Work to the man above, keep it cool, calm, collected. At this point, you get the message. Life is hectic, but we gotta keep it rolling, though. Gotta keep it grooving, keep it moving like we stole it, though. Rolling with the punches, giving hits like we are Interscope. Even though I'm clocking, punching in, I'm independent, though. Staying prayed up, ain't nothing gon' phase us. Ain't never gon' let a lame say what they just made up. I never take a pay cut, we gettin' what we worth in. I never change the blueprint cause we know it's really working. Keep on moving, moving, we keep on moving along. Keep it moving, keep it rolling, rolling. No, we ain't slowing it down. Never slowing down, keep never on moving, moving. we keep on moving along. Keep it moving, keep it rolling, rolling. no, we ain't Rolling, keep it slowing moving, it we down. ain't never gon' lose it. Cause we in it for the movement. If I'm lying, then I'm flying. Don't play into their amusement. If we trying, we ain't dying. Never sleep. നിങ്ങളെല്ലാവരും ഓടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട വാഹനമാണ് കൈലാക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു 1 ലിറ്റർ TSI ടർബോ പെട്രോൾ എഞ്ചിനോടുകൂടിയ ഈ ഒരു വാഹനമാണ് നിങ്ങൾ ഈ കാണുന്ന പോലെ 70 ദിവസങ്ങൾ താണ്ടി 13 രാജ്യങ്ങൾ കടന്ന് 18,000 കിലോമീറ്റർ ഓടി ഇവിടെ വന്നിരിക്കുന്നത്. ഓട്ടോക്കാർ ഇന്ത്യ നമുക്കറിയുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓട്ടോമൊബൈൽ മാഗസിനാണ്. അവരുടെ ടീമാണ് വന്നിരിക്കുന്നത്. 5 പേരുള്ള ടീം, അതോടൊപ്പം തന്നെ ക്യാമറ ടീമൊക്കെ വന്നിരുന്നു. എന്തായാലും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ 70 ദിവസം കൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നിരിക്കുന്ന വാഹനമാണ്. നമുക്ക് വളരെ അഭിമാനമുണ്ട്. ഒരു MH രജിസ്ട്രേഷൻ വാഹനം ഇവിടെ പ്രാഗിൽ ഇങ്ങനെ മനോഹരമായ ആ ഒരു സിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കിടക്കുമ്പോൾ. അപ്പോൾ ഇവർ ഇന്നലെയാണ് ലാൻഡ് ചെയ്തത്. ഇന്ന് നമ്മളിപ്പോൾ അവരായിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു SUV തന്നെയായിട്ട് കൈലാക്കിനെ കാണാം. അതുകൊണ്ട് തന്നെയാണ് കൈലാക്ക് എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഓടിച്ചു വരാൻ വേണ്ടി ഈ ഒരു ടീം തീരുമാനിച്ചത്. ഇതൊരു ഓട്ടോമാറ്റിക് മോഡലാണ് ഇവർ ഓടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ, ഒരു ടയർ പഞ്ചർ പോലും ഇല്ലാതെയാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മൾ നേരത്തെ അത് ഓടിച്ച് വന്നിട്ടുള്ളതാണ്. ഈ ഒരു വാഹനമായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്ത്യയിൽ ആയാലും വളരെ കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അവർക്ക് വരാൻ സാധിച്ചു. നമ്മൾ കാണുന്ന പോലെ വളരെ കംഫർട്ടബിളാണ്. ഇത്രയും ദൂരം ഓടി, അതായത് 70 ദിവസം ഓടി വന്നിട്ട് പോലും ഇൻറ്റീരിയറൊക്കെ എത്ര പക്ക ഗംഭീരമായിട്ടാണ് ഇരിക്കുന്നത് നോക്കാം. അതുപോലെ കംഫർട്ടബിൾ സീറ്റിംഗ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇവരുടെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അതും ഓട്ടോക്കാർ ഇന്ത്യ ടീമിലുള്ളതാണ്. അവരും പറയുന്നത് 16 കിലോമീറ്റർ അധികം മൈലേജും കിട്ടി ഇത്രയും ദൂരം ഓടി വന്നപ്പോൾ തന്നെ. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, ടിബറ്റ് പോലുള്ള സ്ഥലങ്ങളും എല്ലാം കടന്നാണ് വന്നത്. അതായത് പലതരം ടെറൈൻസ്, പലതരം ക്ലൈമറ്റ്, അത്തരം കാര്യങ്ങളെല്ലാം കടന്ന് ഇവിടെ എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും സന്തോഷമുള്ള ഇവിടെ ഈ ഒരു വാഹനം ഇങ്ങനെ ഈ പ്രാഗിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സ്വന്തം കൈലാക്ക് കിടക്കുന്നത് കാണുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവരുടെ ഒരു പ്ലാൻ വിസിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അത്തരം കാഴ്ചകൾ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹോട്ടലിലെത്തി, നൊവോട്ടൽ സിറ്റി സെൻറ്റർ. പിന്നെ 4 ദിവസം ഇതാണ് താമസ സ്ഥലം. നൊവോട്ടലിലെ ഈ റൂമാണ്. നല്ല റൂം. യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ ഹോട്ടൽസാണ് പക്ഷേ ഏറ്റവും ബെസ്റ്റ്. ഇന്ത്യയിലെ നൊവോട്ടൽ പോലും റൂമൊക്കെ വളരെ വലുതായിരിക്കും. പക്ഷേ ഇവിടെ അത്ര വലിയ റൂംസൊന്നുമല്ല. എങ്കിലും സിറ്റി സെൻറ്ററാണ്. അപ്പോൾ റൂമിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ റിവർ ക്രൂസിന് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മുടെ വാഹനം ഒന്ന് ചെറിയ വാനായി. വലിയ ബസ്സായിരുന്നു, ചെറിയ വാനായി. അപ്പോൾ എന്നാലും ഇവിടെ ഇപ്പോൾ ഈ ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സമ്മർ ടൈം ആയതുകൊണ്ട് പക്ഷേ ഇരുട്ടാൻ വൈകും. 9 മണിയൊക്കെ ആകും ഇരുട്ടാൻ. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം കൂടിയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടും. പുഴയുടെ തീരത്തെത്തി. ഇവിടെ നിന്നാണ് ബോട്ട് ക്രൂസ് ആരംഭിക്കുന്നത്.
അങ്ങ് ദൂരെയാണ് ലോകപ്രശസ്തമായ പ്രാഗ് കാസിൽ. പ്രാഗിൻ്റെ കഥയും പ്രാഗിൻ്റെ വിശദമായ വിവരണമൊക്കെ നമ്മുടെ ലണ്ടനിലേക്കൊരു റോഡ് യാത്ര എന്ന പുസ്തകത്തിലുണ്ട്. എന്തായാലും നല്ല പ്രസന്നമായൊരു ഈവനിങ് ആണ്. ഇവിടുത്തെ എല്ലാ സൈറ്റ് സീയിങ് ബോട്ടുകളും ഇലക്ട്രിക്കാണ്. നമ്മുടെ റിവർ ക്രൂസ് തുടങ്ങുകയാണ്. വളരെ ഹ്യൂജ് ബോട്ടാണ്, ഹ്യൂജ് ബോട്ട്. നല്ല സുഖമായിട്ടിരിക്കാവുന്ന രീതിയിലുള്ള ഇലക്ട്രിക് ബോട്ടാണ്. നമ്മളുടെ കൂടെയുള്ളവരുടെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബിയറൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ സെർവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ബിയറൊക്കെ അടിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാം. പാലങ്ങളുടെ ഒരു നഗരമാണിത്. ഈ നദിയുടെ കുറേ എത്ര പാലങ്ങളാണെന്നുണ്ട്. എല്ലാം വളരെ പഴയ പാലങ്ങൾ വെറുതെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. എന്താ പറയുക, വളരെ ശില്പചാതുരിയോടുകൂടിയാണ് ഓരോ പാലവും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സമയം 7:30 രാത്രി 7:30-ക്കാണ് നല്ല പൊരിഞ്ഞ വെയിലുമായിട്ട് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും പ്രാഗിൽ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു റിവർ ക്രൂസിന് പോകണം. എത്ര ഭംഗിയായിട്ടാണ് ഇവർ എല്ലാം സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെ എത്ര മനോഹരമായിട്ടാണ് ഓരോ പാലങ്ങൾ പോലും നിർമ്മിച്ചു വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും. പിന്നെ ഇലക്ട്രിക് ബോട്ടുകളാണ്, ഒരു തരത്തിലും യാതൊരു മലിനീകരണവും നടക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ റിവർ ക്രൂസിന് വേണ്ടി നമ്മൾ ഡിന്നറിന് പോവുകയാണ്. നാളെയാണ് രാവിലെ ഈ പ്ലാന്റ് വിസിറ്റിന് പോകുന്നത്, സ്കോഡയുടെ പ്ലാന്റ് വിസിറ്റിന് നമ്മൾ പോകുന്നത്. അവിടെ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്ന് അറിഞ്ഞുകൂടാ. മുമ്പ് വന്നപ്പോൾ ഞാൻ 12 വർഷം മുമ്പ് വരുമ്പോൾ നമുക്കങ്ങനെ യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ മെനക്കെട്ടില്ല. അന്ന് ഫോട്ടോസൊക്കെയാണ് എടുത്തത്. നാളെ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. എന്തായാലും അതിമനോഹരമായ സിറ്റി, ഗംഭീരമായ ബിൽഡിങ്ങുകൾ, മനോഹരമായ ബോട്ട്, അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഗംഭീര അനുഭവമായിരുന്നു ഈ ഒരു ബോട്ട് യാത്ര. അപ്പോൾ നമ്മുടെ ബോട്ട് യാത്ര കഴിഞ്ഞു, ഡിന്നറിന് പോവാണ് ഇനി. ഇവിടെ ഒരു ഗംഭീര എക്സ്പീരിയൻസിനായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഒരു സെസ്ന വിമാനത്തിലുള്ള യാത്രയാണ്. വിമാനങ്ങൾ അവിടെ റെഡിയായിട്ട് കിടക്കുന്നുണ്ട്. സെസ്ന 172 എന്ന് പറയുന്ന ആ സീരീസിൽപ്പെടുന്ന വാഹനങ്ങളല്ല, എയർക്രാഫ്റ്റാണ്. ആകെ 4 പേർക്കാണ് സഞ്ചരിക്കാവുന്നത്, അതായത് പൈലറ്റ് കൂടാതെ 3 പേർക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സ്കോഡയുടെ ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ 4-5 ബാച്ചിലായിട്ടാണ് ഈ ഒരു വിമാനത്തിൽ കയറാൻ പോകുന്നത്. ഇത് പ്രാഗ് സിറ്റിയുടെ ഒരു ഗംഭീര വ്യൂ ആണ് നമുക്ക് ഇതിലിരുന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സെസ്നയിൽ കയറുന്നത്. ഹെലികോപ്റ്ററുകളിൽ കയറിയിട്ടുണ്ട്. പൊതുവെ വിമാനപ്പേടി ഉള്ളതായതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും വളരെ സേഫാണ് സെസ്ന എന്നുള്ള കാര്യം ശരിയാണ്. എല്ലാവരും ഇവിടെയാണ് പരിശീലന പറക്കലിന് വരുന്നത്. ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസ് പോലും പഠിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും സെസ്നയുടെ കാഴ്ചകളിലേക്കും അതോടൊപ്പം തന്നെ പ്രാഗിൻ്റെ സിറ്റി കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. Because we will cover some safety related stuff. As you probably saw, all of those aircraft have a spinning propeller on the front. If it's spinning, it's very dangerous, so don't go there. In short, regarding the aircraft you will fly Cessna 172, American-made aircraft, without any change to the design pretty much for 50 years, so it's safety number one. It's really good design of aircraft. Regarding the route you will fly, you will see some very nice landmarks. You will see Lane Chateau, which is like the summer residence of Czech president. We will fly above it. Then you will see Křivoklát Castle, which is one of the oldest castles in this country with foundations dating back to the 8th century. Obviously it's been modernized many times, but it's very, very old and beautiful. അപ്പോൾ ഇതിലുള്ളൊരു 6 സിലിണ്ടർ എഞ്ചിനാണ്. 182 bhp ആണ്.
അത്ര വലിയ കരുത്തന എഞ്ചിനൊന്നും അല്ല. അടുത്തത് സ്റ്റാർട്ടായി. ഇവിടുത്തെ ഈ പ്രാഗിലെ ഈ ഒരു ഫ്ലൈറ്റ് സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിന് ഏകദേശം 20 മില്യൺ ഇവിടുത്തെ രൂപ, അത് ചെക്ക് മണിയാണ് വേണ്ടി വരുന്നത്. അതുകൂടാതെ ഒരു 8,000 യൂറോ ഇവിടെ താമസത്തിന് മറ്റായിട്ട് വേണം. 2 വർഷം കൊണ്ട് ഇവിടെ നിന്ന് പഠിച്ച് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് എടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇന്ത്യക്കാർ 3 ഇന്ത്യൻ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പൈലറ്റാകാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കാഡമിയിൽ വരാവുന്നതാണ്. വളരെ ശാന്തസുന്ദരമായ മനോഹരമായ അക്കാഡമി. നമ്മുടെ അടുത്ത എയർക്രാഫ്റ്റ് പോകുന്നു, നമ്മുടെ ആളുകളെയും വഹിച്ചുകൊണ്ട്. എവിടെ വേണമെങ്കിലും ഇത് ടേക്ക് ഓഫ് ചെയ്യും. അതുകൊണ്ട് ഈ പുല്ലിക്കൂടെയൊക്കെ ഓടി പോവുകയാണ്. അടുത്ത ബാച്ചിലാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ പോകുന്നത്. ഇപ്പം നമ്മുടെ 6 പേര് പോയി കഴിഞ്ഞു. അവർ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അത് കേട്ടിട്ടാകാം നമ്മുടെ യാത്ര എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ പരിങ്ങി നിൽക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, വെയിറ്റൊക്കെ നോക്കിയിട്ടാണ് ഓരോരുത്തർ ആരൊക്കെ കയറാമെന്നൊരു തീരുമാനിക്കുന്നത്. ഇതിനകത്ത് വെയിറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെസ്നയുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഓരോരുത്തരും വെയിറ്റ് നോക്കിയിട്ട് കൃത്യമായ വെയിറ്റ് ഉള്ളവരെയാണ് ഒരു ബാച്ചിൽ വിടുന്നത്. അപ്പോൾ ഇതിലാണ് ഞങ്ങൾ 3 പേര് കയറാൻ പോകുന്നത്. ഒന്ന് മെഹക്, പിന്നെ മിഥിൻ ഇസ് ഫ്രം സ്കോഡ. ഈ യുവതി ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഫേമസ് ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ്. ഐ വാസ് ടെല്ലിങ് അബൌട്ട് യു. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇതിൽ കയറാൻ പോകുന്നത്. Don't sit there, okay? Well, who is flying with me now? Yes. We three. Who wants to go in the front? Me. Then it's settled. Should I sit this? Yeah, you can go in front on the right seat, please. This seat, right? Yes, that's it. You're right. Okay, should I step this way? Yes, you can step Okay, wherever I will you sit want. on the other side. Yeah, you can do that step. Sorry. അങ്ങനെ മെഹക്ക് ഇരിക്കുന്നത് 3 ക്യാമറകളിലാണ് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. Very good. Welcome on board. താങ്ക് യു. അപ്പോൾ നമ്മൾ സെസ്നയ്ക്കുള്ളിരിക്കുന്നു. അവർ പൈലറ്റ് മിസ് മെഹക്ക് ഈസ് ഹിയർ. Pilot is coming, guys. Pilot is here. Pilot is here. All is good. Let me just jump on. Please come. We are good to go. So there's no AC, nothing inside, right? Nothing. Everything was good. Once we fly, we can open I the just got window, one. no? Well, if you want to, you can, but But not. it will be like really, really noisy and really, really windy. It will we be should windy. not now. Yeah. It will be like really, really uncomfortable. Got it. Perfect. Okay, we all set? Yeah. A little bit of fuel into the engine, some extra fuel. Just like old ambassador. Yeah. Here we go. Avionics on, navigation lights. You take our headsets? Yeah. Hi, Mithin. Hi, Baiju. അങ്ങനെ നമ്മുടെ സെസ്ന യാത്ര ആരംഭിക്കുകയാണ്. അത് AC ഒന്നും ഇല്ലാതെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. Seatbelts, yeah? Yeah. Perfect. I will check this side. Perfect. It will be moving like this. The rudders down there will be moving as well, yeah? Especially during takeoff and landing. Perfect. Ready? Ready? Let's do it. Yeah. Go on, start lining up and thank you.
ഇതിൽ കൂടെ തന്നെ ഓടുന്നത്, അല്ലാതെ ഇവിടെ റൺവേ ഒന്നുമില്ല. നമ്മളങ്ങനെ മുകളിലെത്തി. ഗ്രാമങ്ങളും ഒക്കെ കടന്ന് നമ്മൾ പോകുന്നു. അങ്ങനെ വലിയ അനക്കമൊന്നുമില്ല, സുഖമുണ്ട്. വെറുതെ വെറും 182 BHP എഞ്ചിനാണ് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കാര്യമാണ്. ഏതാണ്ട് 300 മീറ്റേഴ്സ് അബോവ് സീ ലെവലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. 500 വരച്ചുള്ള സ്ഥലത്ത് 500 എത്തും. അതിന് മുകളിലേക്ക് പോകുന്നില്ല. ഇതാണ് സമ്മർ റെസിഡൻസ് ഓഫ് ചെക്ക് പ്രസിഡന്റ്. കാണുന്നത് ഇവിടെ യൂറ്റേൺ കാടുകളൊക്കെയാണ്. ഈ കാണുന്ന വാട്ടർ റിസർവുകളാണ്. ഈ റിസർവുകളിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത് പ്രാഗ് നഗരത്തിന്. Yeah. ഇതാണ് പ്രാഗ് നഗരത്തിലേക്ക് മുഴുവൻ വെള്ളം കൊടുക്കുന്നതാണ്. ഡാം
Thank you. Happy to hear that, guys. Happy to hear. And very smooth, very smooth. It felt like I was only flying it. Nitin started smiling now only. He was very tense. Tired trip, feel like. How was it? Amazing, no? Amazing. Very good, very, very good. Did you scared? No. No, not Nothing at at all. all. No No turbulence, turbulence, no nothing. turbulence at all. Nothing. The landing and takeoff was also very smooth, Yeah, so it yeah. was great. Yeah. So Mithun, But I think you can adjust it. Mithun, how was the experience? Oh, the amazing. But you It was a once in a lifetime kind of but you were experience. scared. I was scared a bit, but zero turbulence. Thank you. അപ്പോൾ നമ്മുടെ ഒരു ഗംഭീര എക്സ്പീരിയൻസ് കഴിഞ്ഞു. എനിക്ക് സത്യം ഭയങ്കര പേടിയാണ് ചെറിയ വിമാനങ്ങൾ. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട് ഇൻഡിഗോയിലെ പൈലറ്റ് ആനന്ദിനോട് പറഞ്ഞു, ആനന്ദ് ഞാൻ സെസ്നയിൽ കയറാൻ പോകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ATR പോലും പേടിയല്ല ചേട്ടൻ, അപ്പം സെസ്ന തീർച്ചയായിട്ടും പേടിയായിരിക്കും. പക്ഷെ ഒന്നും പേടിക്കാനുണ്ടായിരുന്നില്ല. നല്ല സുഖമുള്ള യാത്രയായിരുന്നു, ഒരു ടർബുലൻസും ഇല്ലായിരുന്നു. ആൻഡ് നമ്മൾ ഇതിൻ്റെ ചുറ്റുമൊക്കെ നന്നായിട്ടൊന്ന് കറങ്ങി തിരിച്ചെത്തിരിക്കുകയാണ്. 10-20 മിനിറ്റോളം ഫ്ലൈയിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രാഗ് എക്സ്പീരിയൻസിൻ്റെ അവസാന ദിനമായിരുന്നു. അപ്പോൾ ഒരാളോട് താങ്ക്സ് പറയാനുണ്ട്. ആളാണ് ഇപ്പോൾ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് മിസ്റ്റർ തൃഷാൽ. തൃഷാൽ, താങ്ക് യു സോ മച്ച്. തൃഷാലാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.